സെയിന്റ് മാർട്ടിൻ ദ്വീപിന്റെ നിയന്ത്രണം അമേരിക്കയ്ക്ക് നൽകാത്തതിൽ അമേരിക്കയ്ക്കുള്ള വിരോധമാണ് പ്രധാനമന്ത്രി സ്ഥാനം ഒഴിയുന്നതിലേക്കും സ്വന്തം രാജ്യത്ത് നിന്ന് പലായനം ചെയ്യേണ്ട അവസ്ഥയിലേക്കും എത്തിച്ചതെന്ന് ഷെയ്ഖ് ഹസീന കഴിഞ്ഞ ദിവസം ആരോപിച്ചു. തന്നെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി രാജ്യത്ത് ഭരണമാറ്റം കൊണ്ടുവരാൻ ഗൂഢാലോചന നടത്തിയെന്നും ഹസീന ആരോപിക്കുന്നു. നിർണായകമായ നാവിക റൂട്ടുകൾക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ഈ ദ്വീപ് യുഎസും ചൈനയും പോലുള്ള ആഗോള ഭീമന്മാർ തമ്മിലുള്ള അധികാര പോരാട്ടത്തിന്റെ കേന്ദ്രബിന്ദുവാണ്. അതേസമയം ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ ബംഗ്ലാദേശിനെ വെച്ച് കരുക്കൾ നീക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നതെന്ന് ചില അഭിപ്രായങ്ങളുമുണ്ട്. 3 ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള സെയിന്റ് മാർട്ടിൻ ദ്വീപ് ബംഗാൾ ഉൾക്കടലിന്റെ വടക്ക് കിഴക്കൻ ഭാഗത്താണ്. കോക്സ് ബസാർ ടെക്നാഫ് ഉപദ്വീപിന്റെ അറ്റത്ത് നിന്ന് ഏകദേശം 9 കിലോമീറ്റർ തെക്കായി സ്ഥിതി ചെയ്യുന്ന ഈ കുഞ്ഞൻ ദ്വീപ് ബംഗ്ലാദേശിന്റെ തെക്കേ അറ്റമായാണ് അറിയപ്പെടുന്നത്. ഇത്രയും ചെറിയൊരു ദ്വീപിന്മേൽ അമേരിക്കയ്ക്കുള്ള താല്പര്യം എന്താണ്? ഹസീനയുടെ പതനത്തിന്റെ ബാക്കി കഥ ഈ ദ്വീപിനെ ചുറ്റിപ്പറ്റിയാണോ? സെയിന്റ് മാർട്ടിൻസ് ദ്വീപ് അപ്രതീക്ഷിതമായി ബംഗ്ലാദേശിലെ നിലവിലെ രാഷ്ട്രീയ പ്രക്ഷുബ്ധതയുടെ ഹോട്ട്സ്പോട്ടായി മാറിയിരിക്കുകയാണ്. പ്രധാനമായും മത്സ്യബന്ധനത്തിലും കൃഷിയിലും ഏർപ്പെട്ടിരിക്കുന്ന ഏകദേശം 3700 നിവാസികൾ ഈ ചെറിയ പവിഴദ്വീപിൽ വസിക്കുന്നു. മ്യാൻമറിനടുത്തുള്ള ദ്വീപിന്റെ തന്ത്രപ്രധാനമായ സ്ഥാനം സുപ്രധാനമായ സമുദ്രപാതകളുമായുള്ള സാമീപ്യവും പ്രമുഖ ആഗോള ശക്തികളുടെ പ്രത്യേകിച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെയും താൽപര്യം കൂട്ടി. സമീപകാല അവകാശവാദങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. അടുത്തിടെ പുറത്താക്കപ്പെട്ട ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന സെയിന്റ് മാർട്ടിൻസ് ദ്വീപിൽ അമേരിക്കയുടെ താൽപര്യത്തെക്കുറിച്ച് നിരവധി അവകാശവാദങ്ങൾ ഉന്നയിച്ചതായി റിപ്പോർട്ടുണ്ട്. സെയിന്റ് മാർട്ടിൻ ദ്വീപിന്റെ പരമാധികാരം കീഴടക്കുകയും ബംഗാൾ ഉൾക്കടലിൽ അമേരിക്കയെ സ്വാധീനിക്കാൻ അനുവദിക്കുകയും ചെയ്തിരുന്നെങ്കിൽ അധികാരത്തിൽ തുടരാമായിരുന്നു എന്ന് ഹസീന തന്റെ അനുയായികൾക്ക് അയച്ച സന്ദേശത്തിൽ പറയുന്നു എന്നാണ്. ഇത് ആദ്യമായല്ല ഹസീന ദ്വീപിൽ അമേരിക്കയുടെ താൽപര്യത്തെക്കുറിച്ച് സൂചന നൽകുന്നത്. ഈ വർഷം ആദ്യം സെയിന്റ് മാർട്ടിൻസ് ദ്വീപിലെ ഒരു വ്യോമതാവളത്തിന് പകരമായി തനിക്ക് അധികാരത്തിൽ സുഗമമായി തുടരാം അല്ലെങ്കിൽ തിരിച്ചു വരാം എന്ന വാഗ്ദാനം US നൽകിയതായി ഹസീന പറയുന്നുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു സന്ദേശം ഷെയ്ഖ് ഹസീന തയ്യാറാക്കിയിട്ടില്ലെന്നും അതിലെ ആരോപണങ്ങൾ വ്യാജമാണെന്നും സ്ഥിരീകരിച്ച് ഹസീനയുടെ മകൻ സാജിദ് വസീദ് രംഗത്തെത്തിയിട്ടുമുണ്ട്. ഈ അവകാശവാദങ്ങൾ ഉണ്ടായിരുന്നിട്ടും US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അത്തരം ചർച്ചകളൊക്കെ നിഷേധിച്ചു. സെയിന്റ് മാർട്ടിൻസ് ദ്വീപ് ഏറ്റെടുക്കുന്നതിനെ കുറിച്ച് തങ്ങൾ ഒരിക്കലും ഒരു സംഭാഷണത്തിലും ഏർപ്പെട്ടിട്ടില്ല എന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ പ്രസ്താവിച്ചു. ശരിക്കും സെയിന്റ് മാർട്ടിന്റെ ചരിത്രം എന്താണ്? നരിക്കൽ ജിഞ്ചറ അല്ലെങ്കിൽ നാളികേര ദ്വീപം എന്നും അറിയപ്പെടുന്ന സെയിന്റ് മാർട്ടിൻസ് ദ്വീപിന് 18ാം നൂറ്റാണ്ടിൽ ജാസിറ എന്ന് പേരിട്ട് അറേബ്യൻ വ്യാപാരികൾ ആദ്യമായി താമസമാക്കിയ ഒരു ചരിത്രമുണ്ട്. ഈ ദ്വീപ് പിന്നീട് 1900-ൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഉൾപ്പെടുത്തുകയും ഒരു ക്രിസ്ത്യൻ പുരോഹിതനായ സെയിന്റ് മാർട്ടിന്റെ പേരിൽ നാമകരണം ചെയ്യുകയും ചെയ്തു. പിന്നീട് 1947-ലെ വിഭജന യുദ്ധത്തെ തുടർന്ന് ദ്വീപ് പാകിസ്ഥാന്റെയും അവിടുന്ന് 1971-ലെ വിമോചന യുദ്ധത്തിനു ശേഷം ബംഗ്ലാദേശിന്റെയും ഭാഗമാവുകയായിരുന്നു. ബംഗ്ലാദേശ് പ്രദേശമായി ദ്വീപിന്റെ പദവി 1974-ൽ ബംഗ്ലാദേശും മ്യാൻമറും തമ്മിലുള്ള ഉടമ്പടിയിലൂടെ ഉറപ്പിക്കുകയും പിന്നീട് ദ്വീപിന്റെ മേൽ ബംഗ്ലാദേശിന്റെ പരമാധികാരം 2012-ൽ ഇന്റർനാഷണൽ ട്രൈബ്യൂണൽ ഫോർ ദി ലോ ഓഫ് ദി സീ സ്ഥിരീകരിക്കുകയുമായിരുന്നു. ഇനി സെയിന്റ് മാർട്ടിൻസ് ദ്വീപിന്റെ തന്ത്രപരമായ സൈനിക പ്രാധാന്യം എന്താണെന്നൊന്ന് പരിശോധിക്കാം. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്ര വ്യാപാര റൂട്ടുകളിലൊന്നായ മലാക്ക കടലിടുക്കിന് സമീപമുള്ള സ്ഥാനം കാരണം ദ്വീപിന് കാര്യമായ തന്ത്രപരമായ മൂല്യമുണ്ട്. മലാക്ക കടലിടുക്കിന് ചുറ്റുമുള്ള മേഖലയിലെ ചൈനീസ് നിക്ഷേപങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും നിരീക്ഷണം ഉൾപ്പെടെ ദ്വീപിലെ സൈനിക താവളം ഏതൊരു രാജ്യത്തിനും ബംഗാൾ ഉൾക്കടലിന്റെ സമാനതകളില്ലാത്ത മേൽനോട്ടം നൽകും. ദ്വീപിന്റെ സ്ഥാനം മേഖലയിലെ വ്യാപാര സൈനിക പ്രവർത്തനങ്ങളുടെ സാധ്യത നിരീക്ഷിക്കുന്നതിനും അനുവദിക്കുന്നുണ്ട്. ഇത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പോലുള്ള ആഗോള ശക്തികൾ എന്നും കണ്ണുവച്ചിരുന്നു. ഇനി അറിയേണ്ട മറ്റൊരു കാര്യം ഇതാണ്: ബംഗ്ലാദേശിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ദ്വീപ് സംഭാവന ചെയ്യുന്നുണ്ടോ എന്ന്. തന്ത്രപ്രധാനമായ സൈനിക മൂല്യത്തിനുമപ്പുറം സെയിന്റ് മാർട്ടിൻസ് ദ്വീപ് ബംഗ്ലാദേശിന് ഒരു സുപ്രധാന സാമ്പത്തിക പാരിസ്ഥിതിക ആസ്തി കൂടിയാണ്. മത്സ്യം, എണ്ണ, വാതകം തുടങ്ങിയ പ്രധാന സമുദ്ര വിഭവങ്ങളിലേക്ക് പ്രവേശനം നൽകുന്ന ബംഗ്ലാദേശിന്റെ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോണിന്റെ പരിധിയിലാണ് ഈ ദ്വീപ് വരുന്നത്. പവിഴപ്പുറ്റുകളും വൈവിധ്യമാർന്ന സമുദ്രജീവികളും ഉൾപ്പെടെയുള്ള ദ്വീപിന്റെ അതുല്യമായ ആവാസ വ്യവസ്ഥ സംരക്ഷണ ശ്രമങ്ങളുടെ ആവശ്യകതയെ അടിവരയിടുന്നുണ്ട്. കൂടാതെ അതിമനോഹരമായ ബീച്ചുകളും സാംസ്കാരിക പൈതൃകവും കൊണ്ട് സന്ദർശകരെ എന്നും ആകർഷിക്കുന്ന ഒരു പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് ഈ ദ്വീപ്. ഇനി ദ്വീപിന് ചുറ്റുമുള്ള സമുദ്രാതിർത്തി തർക്കങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പരിശോധിക്കാം. മ്യാൻമറുമായുള്ള ദ്വീപിന്റെ സാമീപ്യം സമുദ്രാതിർത്തി തർക്കങ്ങളിൽ അതിനെ തർക്ക വിഷയമാക്കിയിട്ടുണ്ട്. 2012-ലെ ITLOS വിധി ഉണ്ടായിരുന്നിട്ടും ബംഗ്ലാദേശ് മത്സ്യത്തൊഴിലാളികൾ ദ്വീപിന് സമീപം പ്രവർത്തിക്കുമ്പോൾ മ്യാൻമറിന്റെ നാവികസേനയിൽ നിന്ന് പല ഇടപെടലുകളും ഉണ്ടായിട്ടുണ്ട്. മ്യാൻമറിന്റെ അക്രമാസക്തമായ അടിച്ചമർത്തലിനെ തുടർന്ന് 2017-ൽ ഏകദേശം 7 ലക്ഷം റോഹിംഗ്യൻ അഭയാർത്ഥികൾ
ബംഗ്ലാദേശിലേക്ക് പലായനം ചെയ്തതോടെ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമായി. അഭയാർത്ഥികളുടെ കുത്തൊഴുക്ക് ദ്വീപിന്റെ സുരക്ഷയെക്കുറിച്ച് ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മ്യാൻമർ ആസ്ഥാനമായുള്ള വിമത ഗ്രൂപ്പായ അറാക്കർ ആർമിയിലെ അംഗങ്ങൾ ദ്വീപിൽ അവകാശവാദം ഉന്നയിക്കാൻ ശ്രമിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾക്കൊപ്പം ഇത്രയും സങ്കീർണതകൾ ഉള്ളപ്പോഴും ദ്വീപിനെ ഏറ്റെടുക്കാൻ അമേരിക്ക കരുക്കൾ നീക്കുന്നതിന് പിന്നിലുള്ള ലക്ഷ്യങ്ങളും പ്രതീക്ഷകളും നിരവധിയാണ്. ദക്ഷിണേഷ്യയിലെ ചൈനയുടെ സ്വാധീനത്തെ ചെറുക്കാനുള്ള വിശാലമായ തന്ത്രത്തിന്റെ ഭാഗമാണ് സെയിന്റ് മാർട്ടിൻസ് ദ്വീപിലുള്ള അമേരിക്കയുടെ താൽപര്യമെന്ന് ചില അഭിപ്രായങ്ങളുണ്ട്. ബംഗ്ലാദേശ് ക്വാഡ് സഖ്യത്തിൽ ചേരണമെന്ന് US നിർദ്ദേശിച്ചതായി റിപ്പോർട്ടുണ്ട്. കൂടാതെ വാഷിംഗ്ടൺ ഒരു സൈനിക താവളത്തിനായി ദ്വീപ് പാട്ടത്തിന് നൽകാൻ നിർദ്ദേശിച്ചതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുമുണ്ട്. സെയിന്റ് മാർട്ടിൻസ് ദ്വീപ് US ഏറ്റെടുക്കാനുള്ള സാധ്യത ബംഗ്ലാദേശിന്റെ അയൽ രാജ്യങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് ഇന്ത്യയിലും ചൈനയിലും ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. ദ്വീപിലെ ഒരു US സൈനിക സാന്നിധ്യം ബംഗ്ലാദേശ്, മ്യാൻമർ എന്നിവയിലൂടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് ചൈന നടത്തുന്ന നിക്ഷേപം കണക്കിലെടുക്കുമ്പോൾ മേഖലയിലെ ചൈനീസ് താൽപര്യങ്ങൾക്ക് വിലങ്ങുതടിയാണ്. ഈ സങ്കീർണതകൾക്കൊപ്പം ബംഗാൾ ഉൾക്കടലിൽ ഇന്ത്യൻ കപ്പൽ ഗതാഗതം നിരീക്ഷിക്കുന്നതിനും അതുപോലെ തടസ്സപ്പെടുത്തുന്നതിനും ദ്വീപിന്റെ തന്ത്രപ്രധാനമായ സ്ഥാനം ഉപയോഗിക്കാം എന്നൊരു വശം കൂടിയുണ്ട്. ദ്വീപ് ഏറ്റെടുക്കാനുള്ള പദ്ധതികളൊക്കെ അമേരിക്ക നിഷേധിച്ചിട്ടുണ്ടെങ്കിലും സെയിന്റ് മാർട്ടിൻസിന്റെ ഭൗമരാഷ്ട്രീയ പ്രാധാന്യം കുറച്ചു കാണാൻ കഴിയില്ല എന്ന് ചുരുക്കം.